ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ? എന്നാ പിന്നെ നമുക്കിന്ന് ഒരു നല്ലൊരു അടിപൊളി അച്ചാറിന്റെ റെസിപ്പി നോക്കിയാലോ? അച്ചാറ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ കേട്ടോ. ഇത് ചില കല്യാണ വീട്ടിലൊക്കെ മാത്രം കണ്ടുവരുന്ന ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഡേറ്റ്സ് അച്ചാറില്ലേ? ബീറ്റ്റൂട്ട് അച്ചാറില്ലേ? അതാണ് ട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. ഈ ബിരിയാണിയുടെയൊക്കെ സൈഡായിട്ടുള്ള ചില കല്യാണ വീട്ടിലൊക്കെ സൈഡായിട്ട് കാണലില്ലേ? ആ അച്ചാറാണ് ട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അര കപ്പോളം നല്ലെണ്ണയില്ലേ, സെസമി ഓയിലില്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വീതം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇതിൻ്റെ എല്ലാ അളവ് കുറച്ച് കൂട്ടിയിട്ടാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു 1/4 കപ്പ് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയും ചെയ്യും. ഇപ്പോൾ ഒരു 4 ബീട്രൂട്ട് ഇല്ലേ, ഒരു അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ആ ബീട്രൂട്ട് ഇതേപോലെ ചെറിയ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അല്ലെങ്കിൽ നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊരു 2 അല്ലെ 2.5 ഓളം ഉണ്ടാവും ക്യാരറ്റ്. അതും ഇതേപോലെ ചെറിയ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. നല്ല പോലെ ഇതിൻ്റെ എന്താ പറയുക, പച്ച സ്മെല്ലും ചൊയയൊക്കെ ഇല്ലേ, അതെല്ലാം ഈ നല്ലെണ്ണയിൽ കിടന്ന് പോവണം കേട്ടോ. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കലിന് ഒരു കുറവും വരുത്തരുത്. നല്ലോണം ഇളക്കിക്കോട്ടോ. എന്നിട്ട് ആ മൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലും പച്ച ചൊയയും ഒക്കെ പോയിക്കോളും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഒരു ഈത്തപ്പഴം വേണം. നമുക്ക് ഏകദേശം ഒരു 10-20 എണ്ണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് സമയം നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. കുരു പെട്ട് പോറ് നമ്മളെ മിക്സിൻ്റെ പണി പാളും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഞാൻ കുരു എല്ലാം കളഞ്ഞ ഈത്തപ്പഴയില്ലേ, മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. 1/4 കപ്പ് വേണ്ടി വരൂല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കി അടിക്കുമ്പോൾ ടൈറ്റ് ആണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും നല്ല പോലെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയില്ലേ, അതാട്ടോ ഞാനിപ്പോൾ എടുത്തത്. അല്ലെങ്കിൽ അതിൽ എരിവുള്ള മുളകാണെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ അങ്ങനെയും, കാശ്മീരി മുളക് പൊടി അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് കുറച്ച് അധികം എടുത്തോണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം എരിവ് ഇതിനുണ്ടേനു കേട്ടോ. എരിവ് കുറവൊന്നുമല്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പൊടികളുടെ ഒരു ചൊയ ഉണ്ടാവരുത് കേട്ടോ. നമ്മളെ അച്ചാർ നല്ല സൂപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും മിസ് ആവാണ്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈത്തപ്പഴമില്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 20 ഈത്തപ്പഴം ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. നല്ല എരിവും മധുരവും പുളിയും ചെറിയ എന്താ പറയുക എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈത്തപ്പഴം കൂടി ഇട്ടിട്ട് നല്ലോണം ഇത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. എന്താ പറയുക, ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമൊക്കെ ഒഴിക്കുന്ന അങ്ങനെ ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒന്നും വേണ്ട. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാനിപ്പോൾ ഈ വിനാഗിരി ഇല്ല, അതാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആകുമ്പോൾ അതിലുള്ള ഈത്തപ്പഴം ഒന്ന് വേസ്റ്റ് ആകാണ്ട് നമുക്ക് ഇതിലേക്ക് കിട്ടും കേട്ടോ. ഏകദേശം ഞാനിപ്പോൾ ഈ ഒരു അളവിൽ 1/4 കപ്പോളം വിനാഗിരി എടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് അഥവാ പുളിപ്പില്ലെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ എരിവും മധുരം എന്താ പറയുക, ഈ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ കായപ്പൊടി ഇല്ലേ, ലാസ്റ്റായിട്ട് നമ്മൾ ഈ കായപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം അത്രയും മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം സെറ്റായത് വരും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു അച്ചാറിന്. നമ്മൾ നോർമൽ സാദാ ചോറ് തിന്നാനും ബിരിയാണി നെയ്ച്ചോറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എന്നിട്ട് നല്ല പോലെ ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പുളിപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വിനാഗിരിക്ക് നമ്മുടെ നാട്ടിൽ സുർക്ക എന്ന് പറയും കേട്ടോ. ചില നാട്ടിൽ വേറെ എന്തൊക്കെ പറയും തോന്നുന്നു. നമ്മൾ സുർക്ക എന്നാ പറയല്.
ഇനിയിപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഈ ഉലുവയും കടുകും പൊടിച്ചിട്ടില്ലേ, വറുത്ത് പൊടിച്ചത്, അതൊരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് വരുമ്പോൾ അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അധികം അച്ചാറിലും അങ്ങനെ ഇടുന്ന ഞാൻ കാണലുണ്ട്. അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു അച്ചാറിന്. ഇത് അന്നേരം തന്നെ നമ്മൾ എന്താ പറയുക എടുക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലോണം പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടോടെ ഒരിക്കലും ബോട്ടിലാക്കരുത്. ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിലാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് കേടാവാണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, എടുക്കുന്ന ജാറിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പൂപ്പൽ വന്നിട്ട് പെട്ടെന്ന് കേടായി പോകും. അങ്ങനെ ആകുമ്പോൾ ഇന്നെ പറയരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇത് കുപ്പിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ അച്ചാറെല്ലാം അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവുള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട്